താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരിച്ചറിയുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയും. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പ്രസ്താവന ശരിയാണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 മില്ലി ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് കോഡ്പ നിയമപ്രകാരം ശരിയായത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോഡ്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികൾ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷൻ വിമുക്തി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. മയക്കുമരുന്ന് നിരോധന നിർമ്മാർജ്ജന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുവാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി.
സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടുന്ന മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓരോ 400 കിലോമീറ്റർ ദൂരത്തിലും 0.1 വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോഡ്പ ആക്ട് 2003ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗവും നിരുത്സാഹപ്പെടുത്തുക. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18-ൽ താഴെയാണെങ്കിൽ. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ.
ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവില്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത് ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശമദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവില്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്ബ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്ബ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സു മുതൽക്കാണ്? 23. ഐ.ടി ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. ഐ.ടി ആക്ട് 2000 സെക്ഷൻ 77(b) പ്രകാരം തടവു ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല.